ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണത്തിൽ കോടതി ഇടപെടില്ല. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി താജുദ്ദീൻ ചേരുന്നു. താജു, ഇക്കാര്യത്തിൽ ഹർജി പരിഗണിക്കവേ കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒപ്പം പോലീസിന് കൂടി നേരത്തെ ജിഷയുടെ പരാതി കേൾക്കാത്ത പോലീസിന് കടുത്ത വിമർശനവും നടപടി കൂടി ശുപാർശ ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രജീഷ്, ജിഷ വധക്കേസിന്റെ അന്വേഷണത്തിന് CBIക്ക് കൈമാറേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. നിലവിൽ അഡീഷണൽ DGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുകയാണ് വേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ജിഷയുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പൊതുജനമധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുതെന്ന് ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് മരണത്തിന് മുമ്പ് കുറുമ്പന്തറ പോലീസിൽ പരാതി നൽകിയിരുന്നു. ജിഷ നൽകിയ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിന്റെയും പകർപ്പുകൾ ഹർജിക്കാർക്ക് നൽകിയില്ല എന്ന പരാതി കോടതി തള്ളിക്കളഞ്ഞു. ഇത്തരം അപേക്ഷകൾ അനുവദിക്കാനാവില്ലെന്നും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും പകർപ്പുകൾ പൊതുജനമധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകേണ്ടതില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരിശോധനയ്ക്ക് SC/ST പ്രൊട്ടക്ഷൻ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതിയും കോടതി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ SC/ST നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്ന പരാതിയും പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ കോടതി ഒരു തരത്തിലും ഇടപെടൽ നടത്തില്ല എന്ന് വ്യക്തമാക്കിയാണ് 3 പൊതുതാൽപര്യ ഹർജികളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതീഷ്, താജു, അവിടെ പോലീസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ കൊലയിലേക്കടക്കം സംഭവങ്ങൾ എത്തുന്നതിന് തൊട്ടു മുൻപ് പോലീസ് സ്വീകരിച്ച നടപടിയെ നിശിതമായി കോടതി വിമർശിക്കുകയാണ് ചെയ്തത്. അന്നത്തേക്ക് ഉള്ള ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സ്ഥലം മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഏത് നടപടി സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്രജീഷ്, നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ കോടതി തൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതിയിൽ അടങ്ങുന്ന റിപ്പോർട്ട് IG മഹിപാൽ സിംഗ്, മധ്യമേഖല IG മഹിപാൽ സിംഗ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് കോടതി പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. മുൻപ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ കോടതി ഗുരുതരമായി കാണേണ്ടതുണ്ട് എന്ന് അടക്കം വ്യക്തമാക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനം, ജനങ്ങൾക്ക് കയറിയിറങ്ങാവുന്ന തരത്തിൽ സംഭവ സ്ഥലം ഒഴിവാക്കിയിട്ടതും മറ്റും കോടതി ഗുരുതരമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണെന്നും ഇക്കാര്യത്തിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ല എന്ന നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഡോക്ടർ B സന്ധ്യയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. നിലവിൽ കോടതിക്ക് അന്വേഷണത്തിൽ ഇടപെടാനാവില്ല, അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് 3 പൊതുതാൽപര്യ ഹർജികളും കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെടുന്ന മറ്റ് 2 ഉപഹർജികളും കോടതി തീർപ്പാക്കിയത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൽക്കാലം പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടും ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുകയായിരുന്നു. പ്രജീഷ്, താജുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.